ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള നെറ്റ് കോട്ട സാരീസ് ആണ് കേട്ടോ. എല്ലാ സാരിയും ഒരേ ഫ്രെയിമിൽ വന്ന വിധത്തിൽ ഞാൻ കാണിക്കുന്നുണ്ട്. ഇത് സ്ക്രീൻഷോട്ട് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ കളേഴ്സാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്ത് അയക്കാനായിട്ട് ഈസിയാണ് കേട്ടോ. അവൈലബിൾ കളേഴ്സിൻ്റെ വീഡിയോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഷെയർ ചെയ്യാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ ചില കളേഴ്സെല്ലാം ലിമിറ്റഡ് സ്റ്റോക്കാണ് നമ്മുടെ കയ്യിൽ കിട്ടാറുള്ളത്. അപ്പോൾ അത് ചില സമയത്ത് പെട്ടെന്ന് തീർന്നു പോകും കേട്ടോ. ചില കസ്റ്റമേഴ്സ് ഇപ്പോൾ യൂണിഫോം സാരിയൊക്കെ ആയിട്ട് സെയിം കളർ തന്നെ ഒരുപാട് പീസസൊക്കെ സെലക്ട് ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവൈലബിൾ കളേഴ്സിൻ്റെ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ക്രിസ്മസ് സ്പെഷ്യൽ മെറൂൺ കളർ സാരി കാണാം കേട്ടോ. അതായത് ഏറ്റവും റൈറ്റ് സൈഡിൽ ഇരിക്കുന്നത് നല്ല ഡാർക്ക് മെറൂൺ, അതിനോട് നെക്സ്റ്റ് വരുന്നത് റെഡ് സാരി. അതുപോലെ തന്നെ പിങ്കിൻ്റെ 2 ഷെയ്ഡ്സും അവൈലബിൾ ആണ് കേട്ടോ. ഡാർക്ക് പിങ്ക് ആൻഡ് ലൈറ്റ് പിങ്ക്. ഡാർക്ക് പിങ്ക് എന്ന് പറയുമ്പോൾ ഒരു ടൊമാറ്റോ പിങ്ക് കളറാണ് വരുന്നത്. അതുപോലെ തന്നെ ലൈറ്റ് പിങ്ക് ഒരു ബേബി പിങ്ക് കളർ. പീച്ച് കളർ വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് പീച്ച് കളറാണ് കേട്ടോ. കുറച്ച് ഓറഞ്ച് ഷെയ്ഡ് തോന്നുന്ന വിധത്തിലുള്ള പീച്ച് ഷെയ്ഡാണ് കണ്ടോ. ഇതിൽ ചിലർക്ക് ഇങ്ങനെ ഡൗട്ട് വരാറുണ്ട്, അതായത് റെഡ് ആണോ മെറൂൺ ആണോ എന്ന്. അതൊന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇതേപോലെ കളർ ഷെയ്ഡ് ഇങ്ങനെ ഞാൻ നിരത്തി വെച്ചിട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഡാർക്ക് പീച്ച് കളർ വരുന്നുണ്ട്. അതിൻ്റെ നെക്സ്റ്റ് വരുന്നൊരു ചോക്ലേറ്റ് കളറാണ് കേട്ടോ. ചോക്ലേറ്റ് കളർ എന്ന് പറയുമ്പോൾ പക്ക ചോക്ലേറ്റ് അല്ല, കുറച്ച് എന്താ പറയുക ലൈറ്റായിട്ട് വരുന്നൊരു ഷെയ്ഡാണ്. ഒരു എന്താ പറയുക ഒനിയൻ പിങ്ക് ആൻഡ് ചോക്ലേറ്റ് മിക്സ് ആയിട്ട് വരുന്നൊരു ഷെയ്ഡ് കണ്ടോ. ഞാനിത് ലാസ്റ്റ് ഒന്നുകൂടി വിടർത്തി കാണിക്കാം. കണ്ടോ, ഇത് നല്ല പ്യുവർ ഓഫ് വൈറ്റ് സാരിയാണ് കേട്ടോ. അതിൻ്റെ അടുത്ത് വരുന്നത് ഗ്രേ കളർ. നെക്സ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ക്രീം സാരിയാണ് കേട്ടോ. ക്രീം കളർ. ക്രീം ആൻഡ് ഓഫ് വൈറ്റ് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് ഇതിങ്ങനെ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഓഫ് വൈറ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ്. ക്രീം വരുമ്പോൾ കുറച്ച് ഡാർക്കായിട്ട് വരും. അതുപോലെ നെക്സ്റ്റ് വരുന്ന ഷെയ്ഡാണ് ചിക്കു ഷെയ്ഡ് കണ്ടോ. ചിക്കു ഷെയ്ഡ് വരുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് വരുന്ന നല്ല ഡാർക്ക് ഒരു ക്രീം ഷെയ്ഡ്. ഈ ചിക്കു ഷെയ്ഡും ക്രീം ഷെയ്ഡും ഒത്തിരി പേർക്ക് ഇങ്ങനെ ഡൗട്ട് വരുന്ന ഷെയ്ഡ്സ് ആണ് കേട്ടോ. കണ്ടോ, ക്രീം കളറ്, ചിക്കു, ദെൻ ഡാർക്ക് ക്രീം. ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നത് ലെമൺ യെല്ലോ ഷെയ്ഡാണ്. ലെമൺ യെല്ലോ ആൻഡ് പിസ്ത ഗ്രീൻ ഏകദേശം മാച്ചിങ് ആയിട്ട് വരുന്ന ഷെയ്ഡ്സ് ആണ് കേട്ടോ ഇതൊക്കെ. ലെമൺ യെല്ലോ ആൻഡ് പിസ്ത ഗ്രീൻ. നെക്സ്റ്റ് വരുന്നത് ഒലിവ് ഗ്രീൻ ആണ്. ഇതിൻ്റെ ആകെ ഒരു 3 പീസാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ കോൺടാക്റ്റ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് വരുന്നൊരു ഷെയ്ഡ് കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ്. അപ്പോൾ ഇത്രയും ഡാർക്ക് ആയിട്ടുള്ള ഗ്രീൻ വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട ഉടനെ തന്നെ എനിക്ക് മെസ്സേജ് ഇടാം. അതായത് നമുക്ക് വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള അക്വ ഗ്രീൻ കളർ. നെക്സ്റ്റ് വരുന്നത് നല്ല ഡാർക്ക് ആയിട്ടുള്ള സ്കൈ ബ്ലൂ. സ്കൈ ബ്ലൂവിൻ്റെ ചില സമയത്ത് നല്ല ലൈറ്റ് ഷെയ്ഡ് വരാറുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന നല്ല ഡാർക്ക് ആയിട്ടുള്ള സ്കൈ ബ്ലൂ ആണ്. അതുപോലെ ഈ കാണുന്ന നല്ല ഡാർക്ക് ആയിട്ടുള്ള ബ്ലൂ ഷെയ്ഡാണ്. ഈ ബ്ലൂവും ഒത്തിരി ഡിമാൻഡിങ് ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനിനി ഓരോന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കളേഴ്സ് കാണിക്കാം. വീഡിയോ എടുക്കുന്ന സമയത്ത് എല്ലാ കളേഴ്സും കൂടി ഫ്രെയിമിൽ കിട്ടാൻ വേണ്ടി ഒന്ന് നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കാണിക്കാറുണ്ട്. അപ്പം ചില സമയത്ത് ചിലർ പറയും അത് കുറച്ചുകൂടി വിടർത്തി കാണിക്കുമെന്ന്. അപ്പോൾ വിടർത്തി ലാസ്റ്റ് ഒന്നുകൂടി ഞാനൊന്ന് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് വേഗം വേഗം കാണിച്ചു പോവാം. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും സാരി വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് വീഡിയോ കണ്ട ഉടനെ തന്നെ എനിക്ക് മെസ്സേജ് ഇടുക. അപ്പോൾ ഇതിൽ ഞാനിങ്ങനെ വിടർത്തി കാണിക്കുന്നില്ല. ഫസ്റ്റ് സാരി നല്ല ഗ്രേ കളറാണ്. നെക്സ്റ്റ് വരുന്നത് നല്ല ഓഫ് വൈറ്റ് കളർ കണ്ടോ. ഓഫ് വൈറ്റ് കാണിക്കുന്നതിനോടൊപ്പം തന്നെ ക്രീം ഷെയ്ഡും കൂടി കാണിക്കാം. എന്നാലാണ് ക്രീം ആൻഡ് ഓഫ് വൈറ്റ് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഈ പ്രാവശ്യം വന്നിരിക്കുന്ന ക്രീം എന്ന് പറഞ്ഞാൽ നല്ല സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ക്രീം കളറാണ് കേട്ടോ. ഒരു ഇച്ചിരി ബേജിൻ്റെ ഷെയ്ഡ് കൂടി മിക്സ് ആയിട്ടുള്ള ക്രീം. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത്. ഇതിലൊരു ക്രിസ്മസ് സ്പെഷ്യൽ വർക്ക് ചെയ്ത് കാണിക്കണം എന്നുണ്ട്. മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ഒത്തിരി വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. ടോട്ടലി ഞാൻ ടയേർഡാണ്, എന്നാലും കാണിക്കുന്നുണ്ട്. ട്രൈ ചെയ്യാം ഞാൻ. ഈ കാണുന്നത് ചിക്കു ഷെയ്ഡ്. ചിക്കു ഷെയ്ഡൊക്കെ ഭയങ്കര ഡിമാൻഡിങ് ആട്ടോ. അതായത് എന്താ പറയുക, നമ്മൾ പുതിയ പീസസ് വന്നതിന് ഉടനെ തന്നെ തീരും. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട ഉടനെ തന്നെ മെസ്സേജ് ഇടാം. ഇതാണ് നമ്മുടെ ഡാർക്ക് ആയിട്ടുള്ള ക്രീം കളർ. ഇതാണ് ചിക്കു ഷെയ്ഡും ക്രീം കളറും തമ്മിലുള്ള ഡിഫറൻസ്.
നെക്സ്റ്റ് ലെമണല്ലോ, കണ്ടോ, ഇത് ലെമണല്ലോ കളർ സാരിയാണ്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ലെമണല്ലോ. ഇതാണ് പിസ്ത ഗ്രീൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ട് വിചാരിക്കുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല ഡാർക്കായിട്ടുള്ള ഒലിവ് ഗ്രീൻ. ഇതിൻ്റെ ഓൺലി 3 പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതാണ് ഒരു ചോക്ലേറ്റ് കളർ. ചോക്ലേറ്റ് എന്ന് പറയാൻ പറ്റില്ല, കറക്റ്റായിട്ട് ചോക്ലേറ്റും പിന്നെ ഒരു ഒനിയൻ പിങ്കും കൂടി മിക്സ് ആയിട്ടുള്ള കളറാട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല ഡാർക്കായിട്ടുള്ള പീച്ച് ഷെയ്ഡ്, ഒരു ഓറഞ്ച് ഷെയ്ഡ് എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. നെക്സ്റ്റ് ബേബി പിങ്ക്. ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഡാർക്ക് പിങ്ക്, കണ്ടോ, ഒരു ടൊമാറ്റോ പിങ്ക് കളർ. ഇതിൽ ഞാൻ ചിക്കൻ കറി വർക്ക് ചെയ്ത സാരി കാണിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെ. ഇത് നല്ല ഭംഗിയായിട്ടോ കാണാൻ, അക്വാ ഗ്രീൻ കളർ. ഈ സ്കൈ ബ്ലൂ ഒത്തിരി പേരിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ഡാർക്കായിട്ടുള്ള സ്കൈ ബ്ലൂ. ഇതിൽ നല്ല ഭംഗിയായിട്ട് നല്ല ഡാർക്ക് പിങ്ക് വർക്കൊക്കെ ചെയ്ത് നല്ല ഭംഗിയുണ്ടാവും. അതുപോലെ ഓറഞ്ച് ആൻഡ് റെഡ് കോമ്പിനേഷനും നല്ലതായിരിക്കും. ഇതാണ് നമ്മുടെ ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള ബ്ലൂ കളർ. നെക്സ്റ്റ് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ റെഡ് സാരി. ദെൻ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ മെറൂൺ കളർ സാരി. ഈ മെറൂൺ സാരിയിൽ ഞാൻ വർക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ക്രിസ്മസിന് മുമ്പ് വർക്ക് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. സിൽക്കി കോട്ടൺ സാരീസിൻ്റെ അവൈലബിൾ കളേഴ്സ് കൂടി ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇവിടെ 8 കളേഴ്സാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഷെയ്ഡ് മനസ്സിലാവാൻ വേണ്ടി എല്ലാം ഞാൻ നിവർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേത് ഷെയ്ഡാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിലൊരു മാർക്ക് ഇട്ടിട്ട് അയക്കുക കേട്ടോ. ഈ ഫസ്റ്റ് വന്നിരിക്കുന്നത് നല്ല ലൈറ്റ് ആയിട്ടുള്ള പിങ്ക് കളറാണ്, ഒരു ബേബി പിങ്ക് എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല ഓഫ് വൈറ്റ് ആണ് കേട്ടോ. ഇത് ഒത്തിരി എൻക്വയറി ഉള്ളതാണ്, ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ ഒത്തിരി മെസ്സേജസ് വരുന്നുണ്ട്, ആരൊക്കെയാണ് ചോദിച്ചതെന്ന് ഓർക്കുന്നില്ല. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ മെസ്സേജ് ഇടുക. നെക്സ്റ്റ് ഒരു ബ്ലൂ കളറാണ്. ഇത് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ്. നെക്സ്റ്റ് ലൈറ്റ് ആയിട്ടുള്ള പിസ്ത ഗ്രീൻ. ഇതിൽ അതായത് സിൽക്കി കോട്ട സാരീസ് എല്ലാം നമുക്ക് വരുമ്പോൾ തന്നെ ഒത്തിരി പേര് ഇങ്ങനെ ഇടയ്ക്ക് എനിക്ക് മെസ്സേജ് ഇടാറുണ്ട്. അപ്പോൾ വീഡിയോ ഇടുന്നതിന് മുന്നേ തന്നെ ഒത്തിരി പേര് എൻ്റെ കയ്യിൽ നിന്ന് മെസ്സേജ് കണ്ടിട്ടൊക്കെ അത് വാങ്ങാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെയും ഒരു ആൻറ്റി പിസ്ത ഗ്രീൻ്റെ ഷെയ്ഡ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് വേണം എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു. ചില സമയത്ത് നമുക്ക് ഈ ചില ഷെയ്ഡ്സ് ഒന്നും വീഡിയോ ഇടാൻ പോലും കിട്ടാറില്ല. ഈ വരുന്നത് നല്ല ഭംഗിയുള്ള ടൊമാറ്റോ പിങ്കാണ്. ഈ സാരിയുടെ റേറ്റ് വരുന്നത് 690 ആണ് കേട്ടോ. നല്ല റിച്ച് ക്വാളിറ്റി മെറ്റീരിയലാണ്. വർക്ക് ചെയ്താലും കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നെക്സ്റ്റ് വരുന്ന നല്ല ഭംഗിയുള്ള ചിക്കു ഷെയ്ഡിൻ്റെ സിൽക്കി കോട്ട സാരിയാണ് കേട്ടോ. ഞാൻ ഈ സാരി ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് വിടർത്തി കാണിക്കാം. ഈ കാണുന്നത് ഒരു എന്താ പറയുക ബ്ലാക്ക്, അതേപോലെ തന്നെ ഒരു എങ്ങനെയാണ് പറയണതെന്ന് എനിക്ക് കിട്ടുന്നില്ല, ഒരു കോഫി കളർ ആൻഡ് ബ്ലാക്ക് മിക്സ് ആയിട്ട് വരുന്നൊരു കളറാട്ടോ. ഇത് ഒത്തിരി ഡിമാൻഡിങ് ആയിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ളൊരു വയലറ്റ് കളർ, വയലറ്റും പിന്നെ ഒരു എന്താ പറയുക ഒരു പേർപ്പിളും കൂടി മിക്സ് ആയിട്ടുള്ളൊരു കളറാണ്. അപ്പോൾ ഇത്രയും കളേഴ്സാണുള്ള. ഇനി ഓരോ കളറും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിക്കാം. ഇത് നമ്മുടെ ലൈറ്റ് ആയിട്ടുള്ള പിസ്ത ഗ്രീൻ. നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് ബ്ലൂ. ഇതിൻ്റെ ക്വാളിറ്റി നല്ല എന്താ പറയുക നല്ല റിച്ച് ആയിട്ടുള്ളൊരു ക്വാളിറ്റിയാണ്. അപ്പോൾ അത് വർക്ക് ചെയ്യാനും നമുക്ക് ഈസി ആട്ടോ. ഒത്തിരി പേരെന്നിട്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട്, സിൽക്കി കോട്ട സാരി കുറച്ചുകൂടി എന്താ പറയുക വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണോ നെറ്റ് കോട്ടയെ അപേക്ഷിച്ചെന്ന്. പക്ഷേ ഓരോ സാരിക്കും അതിൻ്റേതായ പ്രത്യേകതയും ക്വാളിറ്റീസൊക്കെ ഉണ്ട്. എനിക്ക് സിൽക്കി കോട്ട വർക്ക് ചെയ്യാൻ വളരെ ഈസി ആയിട്ടാണ് തോന്നിയിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഫ്രെയിം വെക്കാൻ ഈസിയാണ്, സ്റ്റിച്ച് ചെയ്യാൻ ഈസിയാണ്, ഹാൻഡിൽ ചെയ്യാൻ ഒത്തിരി ഈസി ആയിട്ടുള്ള മെറ്റീരിയലാണ് സിൽക്കി കോട്ട. നെക്സ്റ്റ് വരുന്നത് ടൊമാറ്റോ പിങ്ക്, കറക്റ്റ് കളറ്. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, എല്ലാ കളേഴ്സും ഇഷ്ടപ്പെട്ടു. അതുപോലെ ചിക്കു ഷെയ്ഡ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു സിൽക്കി കോട്ട സാരി കുറച്ച് പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. ഇടയ്ക്ക് ബോർഡറിൽ കുറച്ച് ഡിസൈൻ ഇടയ്ക്കിടയ്ക്കായിട്ട് കാണുന്ന വിധത്തിൽ കൊടുത്താൽ നമുക്കൊരു പാർട്ടി വെയർ സാരി ഇതിൽ ചെയ്തെടുക്കാൻ സാധിക്കും. കണ്ടോ, ഇത് നല്ലൊരു ഷെയ്ഡാണ്. ബ്ലാക്ക് ആൻഡ് ഒരു എന്താ പറയുക ബ്രൗൺ കളറ് മിക്സായിട്ട് വരുന്നുണ്ട്.
വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ സാരിയുടെ എല്ലാം കറക്റ്റ് കളർ കിട്ടുന്ന വിധത്തിൽ ഞാൻ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. ഇതും ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, നല്ല ഭംഗിയായിട്ടുള്ളൊരു ഷെയ്ഡ്. അങ്ങനെ ഇതിലൊരു 8 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ട ഉടനെ തന്നെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇടുക. ഈ സിൽക്കി കോട്ട സാരിയുടെ റേറ്റ് വരുന്നത് 690 ആണ്. അതുപോലെ നെറ്റ് കോട്ട സാരിയുടെ റേറ്റ് വരുന്നത് 585 ആണ് കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള നെക്സ്റ്റ് പ്ലെയിൻ സാരി വരുന്നത് പോളി കോട്ടൺ സാരിയാണ്. ഇതിൻ്റെ 3 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനിത് കവറിൽ നിന്നൊന്നും പുറത്തെടുക്കുന്നില്ല. ഇതൊരു ഗോൾഡൻ ബ്രൗൺ മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ദെൻ നെക്സ്റ്റ് വരുന്ന റെഡ്, നെക്സ്റ്റ് വരുന്ന മെറൂൺ. ഇതിങ്ങനെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 790 ആണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കസിൻസിനും ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പം ഏതെങ്കിലും സാരി വേണമെന്നുണ്ടെങ്കിലും വീഡിയോ കണ്ട ഉടനെ തന്നെ മെസ്സേജ് ഇടുക. എന്താണെന്ന് വെച്ചാൽ ലിമിറ്റഡ് സ്റ്റോക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ആദ്യം മെസ്സേജ് ഇടുന്നവർക്കായിരിക്കും ഞാനത് കൊടുക്കാറുള്ളത്. അപ്പോൾ ഒത്തിരി പേരിങ്ങനെ കിട്ടിയില്ല, എപ്പോൾ വരും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് കളേഴ്സ്. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുവാണ്, വീഡിയോ കണ്ട ഉടനെ തന്നെ മെസ്സേജ് ഇടുക. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ മീറ്റ് സൂൺ.